അതേസമയം ഇസ്രായേൽ സേന ഗസ നഗരത്തിൽ 11 പേരെ കൊല്ലുകയും നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ആക്രമണത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും UN അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗസ നഗരത്തിലെ കെട്ടിടത്തിൽ അഭയം തേടിയ 3 കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് ഇസ്രായേൽ വെടിവെച്ചു കൊന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്ത് നിന്ന് മാറ്റിയാണ് ഇസ്രായേൽ സേന കൊന്നത്. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ട് താൽക്കാലിക വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഗസയെ ചോരയിൽ മുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ. ജനവാസ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ചയും വ്യാപകമായ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്കെതിരെ യമനിലെ ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയതോടെ ലോകത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ഇസ്രായേലിനെ കൈവിട്ടു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ 4 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുന്നതായി അറിയിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ MNC, ഡാനിഷ് കമ്പനിയായ MP Moller Maersk, ജർമ്മൻ കമ്പനിയായ ഹപ്പാക് ലോയിഡ് എന്നിവയ്ക്ക് പിന്നാലെ ഹോങ്കോങ് ഉടമസ്ഥതയിലുള്ള OLCCയും ഇസ്രായേലിലേക്കുള്ള സർവീസ് നിർത്തുന്നതായി അറിയിച്ചു.